ബഹുമാന്യനായ വി.ഡി. സതീശൻ, താങ്കളോടാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ പറയാനുള്ളത്. ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ 100 എന്ന മാജിക്കൽ നമ്പറുമായിട്ടാണ് ഇപ്പോൾ UDF അധികാരത്തിൽ കയറിയിരിക്കുന്നത്. LDFന്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണവീഴ്ച കൊണ്ട് മടുത്ത ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് UDFനെ അധികാരത്തിൽ കയറ്റിയത്. എന്നാൽ ഇത്രയും പ്രതീക്ഷയർപ്പിച്ച് നിങ്ങളെ അധികാരത്തിൽ കയറ്റിയ ജനങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചടിയാണോ കിട്ടിയിരിക്കുന്നത് എന്ന ആശങ്കയിലാണ് സംസ്ഥാനം. കാരണം ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി UDFൽ നടക്കുന്ന പോര് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. നിലവിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ചരടുവലികൾ നടത്തുന്നത് KC വേണുഗോപാൽ, V.D. സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരാണ്. സത്യത്തിൽ ഇതൊരു ശരിയായ നടപടിയാണോ? ഒരു കസേരയ്ക്ക് വേണ്ടി സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ പരസ്പരം തിരിയുന്നത് ഒട്ടും ശരിയായ നടപടിയല്ല. ഇന്നലെ തന്നെ മലപ്പുറത്തെ KC വേണുഗോപാലിന്റെ ഫ്ലെക്സിൽ കരിയോയിൽ ഒഴിച്ചത് തികച്ചും കോൺഗ്രസ് എന്ന പാർട്ടിയുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഒരു കസേരയെ ചുറ്റിപ്പറ്റി നടത്തുന്ന ഈ ചരടുവലികൾ തികച്ചും ആശങ്കയുളവാക്കുന്നത് തന്നെയാണ്. 1980കളിൽ KSU പ്രവർത്തകനായി തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച നേതാവാണ് KC വേണുഗോപാൽ. പിന്നാലെ പല സ്ഥാനങ്ങളും അദ്ദേഹം കൈവരിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്, 3 തവണ ആലപ്പുഴയിൽ നിന്നുമുള്ള MLA, 2004 മുതൽ 2006 വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രി, അങ്ങനെ നീളുന്നു KC വേണുഗോപാലിന്റെ സ്ഥാനങ്ങൾ. നിലവിൽ അദ്ദേഹം ആലപ്പുഴയിൽ നിന്നുമുള്ള ലോക്സഭാ MPയും AICCയുടെ ജനറൽ സെക്രട്ടറിയുമാണ്. കൂടാതെ പല ഘട്ടങ്ങളിലും പാർട്ടിയോടൊപ്പം എന്നും കൂടെ നിന്നിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് KC വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത അദ്ദേഹത്തിന് ഉണ്ട് എന്ന് തന്നെ പറയാം. ഇനി രമേശ് ചെന്നിത്തലയെ കുറിച്ച് പറയുകയാണെങ്കിൽ, KCയെ പോലെ തന്നെ KSU പ്രവർത്തകനായിട്ട് തന്നെയാണ് രമേശ് ചെന്നിത്തലയും തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. അതിനു പിന്നാലെ മാവേലിക്കര താലൂക്ക് ജനറൽ സെക്രട്ടറി, ആലപ്പുഴ ജില്ലാ ട്രഷറർ, KSU സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം, 1980ൽ സംസ്ഥാന പ്രസിഡന്റ് തുടങ്ങിയ രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി മറ്റ് സ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ, 1982ൽ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ നിന്നും MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. കൂടാതെ 1986ൽ 28ാം വയസ്സിൽ K. കരുണാകരൻ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇത്രയും സ്ഥാനമാനങ്ങൾ അദ്ദേഹം കൈവരിച്ചിട്ടുണ്ട്. ഒപ്പം LDF സർക്കാരിനെതിരെ വലിയ വിവാദങ്ങളും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിരുന്നു സ്പ്രിംഗ്ലർ വിവാദം. അതായത് സംസ്ഥാനത്തെ കോവിഡ് രോഗികളുടെ സ്വകാര്യ വിവരങ്ങൾ പങ്കിടുന്നുവെന്നും അത് സ്വകാര്യതയുടെ ലംഘനമാണെന്നും ആരോപിച്ച് LDF സർക്കാരും US ആസ്ഥാനമായുള്ള സ്പ്രിംഗ്ലർ കമ്പനിയും തമ്മിലുള്ള ഒരു കരാർ ചെന്നിത്തല പുറത്തു കൊണ്ടുവന്നിരുന്നു. കൂടാതെ 2018ലെ പ്രളയം മനുഷ്യനിർമ്മിതമാണെന്നും LDF സർക്കാരിന്റെ അണക്കെട്ടുകളുടെ ദുർവിനിയോഗമാണെന്നും അദ്ദേഹം നിരന്തരം വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. 2026ൽ ഒരു അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ഉദ്ധരിച്ച് അദ്ദേഹം ഈ വാദം ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഒപ്പം മറ്റ് പല വാദങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസിലെ നിരവധി സ്ഥാനങ്ങളും മന്ത്രിസ്ഥാനങ്ങളും കഴിഞ്ഞ സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുഖ്യമന്ത്രിയാകുവാൻ അദ്ദേഹവും യോഗ്യനാണ്. KCയെയും രമേശ് ചെന്നിത്തലയും പോലെ V.D. സതീശനും KSU പ്രവർത്തനത്തിലൂടെ തന്നെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. കമ്മ്യൂണിസ്റ്റിന്റെ ശക്തി കേന്ദ്രമായിരുന്ന പറവൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചുകൊണ്ട് V.D. സതീശൻ തിരഞ്ഞെടുപ്പ് രംഗത്ത് അരങ്ങേറ്റം കുറിച്ചു. ആദ്യ തിരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടുവെങ്കിലും 2001ൽ അതേ പറവൂരിൽ നിന്ന് തന്നെ അദ്ദേഹം ആദ്യമായി കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അന്നു മുതൽ ഇന്ന് വരെ അദ്ദേഹം ആ സ്ഥാനം തുടരുകയാണ്. കൂടാതെ LDF സർക്കാരിന്റെ ഓരോ അഴിമതിയും തുറന്നു കാണിക്കുന്നതിനും അതിനെ രൂക്ഷമായി വിമർശിക്കുന്നതിനും അദ്ദേഹം എന്നും മുന്നിൽ തന്നെയായിരുന്നു. ഇത്തരത്തിൽ വളരെ ശക്തമായി നിലകൊള്ളുന്ന ഒരു നേതാവെന്ന നിലയിലും അദ്ദേഹത്തെയും മാറ്റി നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആര് മുഖ്യമന്ത്രിയാകണം എന്നുള്ള ആശയക്കുഴപ്പത്തിൽ ജനങ്ങളുടെ അഭിപ്രായവും ഹൈക്കമാൻഡിന്റെ നിർദ്ദേശവും അനുസരിച്ച് മുന്നോട്ട് പോകുന്നതാവും കോൺഗ്രസ് പാർട്ടിയുടെ ഭാവിക്ക് നല്ലത്. ഒരു പാർട്ടിയുടെ തലയെന്ന് പറയുന്നത് ഹൈക്കമാൻഡാണ്. ആ ഹൈക്കമാൻഡ് പറയുന്നത് അനുസരിക്കാതെ ആർക്കും ആ പാർട്ടിയിൽ നിലനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തെരുവ് യുദ്ധങ്ങൾ നോക്കാതെ പ്രോട്ടോകോൾ പാലിച്ച് കേരളത്തിനായി ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.